നീ ഏരിയ ആയതുകൊണ്ടാണ് നീ വെറുതെ പോകും ഉള്ള കാര്യം. ഈ സംഭവം കണ്ട് അവര് എല്ലാവരും വിളിച്ച് അറിയിച്ചുകൊണ്ടാണ് ഈ ഒരു സംഭവം തന്നെ പിടിക്കാൻ പറ്റിയത്. റീത്തൻ ഈ പറഞ്ഞ അഭിലാഷ് അതിലെ സാജു എന്നുള്ള ഇത് മറ്റേ അഗർവാൾ ആശുപത്രി അവരെ മാത്രമല്ല കോടതിയിൽ നിയമ നടപടികൾക്ക് വിധേയമാക്കി പ്രതികളെ അറസ്റ്റ് ചെയ്ത് വാഹനങ്ങൾ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് കോർപ്പറേഷൻ്റെ ശക്തി. രാത്രിയുടെ മറപിടിച്ചുകൊണ്ട് ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ മാലിന്യം വലിച്ചെറിയുന്ന മാഫിയ ഓൾറെഡി ഞങ്ങളെ പേരിലാക്കുകയാണ്. ഞങ്ങളിവിടെ താമസക്കാരാണ്. ഞങ്ങളെ പേരിലാണ് തിരിച്ചൊക്കെ ഓരോ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. വണ്ടി ഡ്രൈവറെ പ്രശ്നം എടുക്കണം. എവിടെ പോകുന്നു കമ്മീഷനെ വിളിച്ചിരുന്നു. എഫ്ഐആറിൻ്റെ മുൻപ് കസ്റ്റഡി കോടതി. കാരണം മുൻപ് പോലീസ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം സീറ്റ് ഗവൺമെൻറ് മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഉണ്ടായ വലിയ മുൻപ് കോർപ്പറേഷനും പോലീസും വളരെ ടൈറ്റായിട്ട് പിടിച്ചുകൊണ്ടിരുന്നു. ഇലക്ഷൻ വന്നപ്പോഴേക്കും കുറച്ച് ദിവസം പിടിച്ചെടുക്കുകയും വാഹനങ്ങൾ നിയമ പരിപാടിക്ക് നടപടിക്ക് വിധേയമാക്കുകയും ചെയ്താൽ മാത്രമേ സംഭവം അവസാനിക്കൂ. നമ്മൾ ലീസാക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഫൈനടിച്ചിട്ട് വിട്ടു കൊടുക്കണമല്ല, കോടതി കൊടുക്കട്ടെ, നിയമപരമായിട്ട് കമ്മീഷനോട് കർട്ടിനോട് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ വണ്ടി ഡ്രൈവറെയും കസ്റ്റഡി എടുക്കണം. എഫ്ഐആർ എടുക്കണം. വണ്ടി ഡ്രൈവർ മൊബൈൽ കസ്റ്റഡിയിൽ എടുക്കണം. വണ്ടി നമ്മൾ സ്കോൾ വന്നത് ഇപ്പോൾ വിളിച്ചിരുന്നു. ഹെൽത്ത് ഇപ്പോൾ വന്നു വിളിച്ചു. പിന്നെ എവിടെ ഈ വ്യക്തി എവിടെ ഒന്നൂടല്ല അതിൻ്റെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഈ വണ്ടി നേരെ കോടതി ഇവിടെയാണ് ഹോസ്പിറ്റലിൽ വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് അഗർവാൾ വെള്ളയമ്പലം നോട്ടീസ് കൊടുത്തു. നമ്മുടെ ഇവിടുത്തെ സോണിലെ ഹെൽത്തിൽ നിന്ന് പിഴ അടച്ചു കൊടുത്തു. പിന്നെ ഗോപൻ ചേട്ടനോട് കൊടുത്ത് അവിടെ നിന്ന് നോട്ടീസ് കൊടുത്തു. അഗർവാളിൻ്റെ എന്തെങ്കിലും അവരുടെ എല്ലാം ഈ ബില്ല് കംപ്ലീറ്റ് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൻ്റെ അടുത്തായി. അങ്ങനെയാണ് ഹെൽത്തുകാർ വന്നിട്ട് എന്താ എൻ്റെ ഓണറെ വിളിക്കാം. നമ്പർ ഡ്രൈവറെ വാങ്ങിച്ചിട്ടുണ്ട്. നാളെ കൊണ്ട് പുഴു പറഞ്ഞത് വണ്ടി ഓണർ അവനാണെന്നാണ് പറയുന്നത്. ഈ വണ്ടി ഡ്രൈവർ തന്നെയാണ് ഓണർ എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ കൊണ്ടിട്ടത് അവിടെ അങ്ങറ്റം ഏകദേശം ഒരു 10 ലോഡ് കൂടുതൽ ഇവിടെ അടിച്ചിട്ടുണ്ട്. ഇത് ഗവൺമെന്റ് കോർപ്പറേഷന്റെ കീഴിൽ കോർപ്പറേഷന്റെ നമ്മുടെ ഇത് ടൂറിസത്തിന്റെ കീഴിലാണ് ഇത് നമ്മുടെ സ്ഥലമാണ്. ഈ വലയ സൈഡ് കോർപ്പറേഷനാണ്. ഈ ഭാഗം വന്നത് കോർപ്പറേഷന്റെ സ്ഥലം. ഇത് ടൂറിസത്തിന്റെ അത് കായല ആക്കുളം കായല. നേരെ ഓപ്പോസിറ്റ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജാണ്. നേരെ ഓപ്പോസിറ്റ് ഇതുവഴി നേരെ ചെന്ന് അപ്പുറത്ത് പാലത്തിന്റെ അവിടെ കയറാം. ആക്കുളം കയറാം. ആക്കുളം എവിടെ കയറാം? നമ്മുടെ ഈ നേരെ ആക്കുളമോ അല്ല, ഇതിപ്പോ നേരെ പാർവതിപുത്രന്റെ സൈഡിൽ കൂടിയുള്ള റോഡ് ഇത് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. നേരെ നമ്മുടെ കിംസിന്റെ അവിടെ വന്ന് കയറുന്ന തരത്തിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടുത്തെ ഒന്ന് ലൈറ്റ് നമുക്ക് വെളിച്ചം എന്ന് പറയുന്നത് ഒരു പൊടി പോലും ഇല്ല. നമ്മൾ റെസിഡൻസിന്റെ ഇവിടെ വീടുണ്ട്. ഇങ്ങോട്ട് വീടില്ല. പക്ഷെ നമ്മളിത് നടപ്പാതെയാണ് നടന്നു പോകുന്ന ഇവിടെ മറ്റേ ഡോക്ടേഴ്സ് വില്ലേജ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ആ ഡോക്ടേഴ്സ് വില്ലേജിൽ കയറാം. അങ്ങനെ ഇപ്പൊ നമ്മള് റോഡ് പണി നടന്നപ്പോഴെല്ലാം ഇതുവഴിയാണ്. ഇവിടുന്ന് ആ കയറുന്ന സ്ഥലം വരെ എത്ര 1 കിലോമീറ്റർ? 1 കിലോമീറ്റർ
1 കിലോമീറ്ററിനകത്ത് നമുക്ക് ലൈറ്റും അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. അത്യാവശ്യം ഏറ്റവും വലിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി സാമൂഹിക ഒരുപാട് നേരത്തെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ സമയത്തൊക്കെ. ഇവിടെ ഒരുപാട് പ്രശ്നം വന്നപ്പോഴും ഓൾറെഡി നമ്മൾ പ്രതികരിക്കാൻ വരുമ്പോൾ തന്നെ ഓൾറെഡി ഞങ്ങളെ പേരിലാക്കുകയാണ്, ഞങ്ങളിവിടെ താമസക്കാരാണ്, ഞങ്ങളെ പേരിലാണ് തിരിച്ചൊക്കെ ഓരോ സംഭവങ്ങൾ വന്നിട്ട്. പിന്നെ നമ്മൾ ആരും വരാറില്ല. നാളെ തന്നെ ലൈൻ പിടിക്കാനുള്ള എസ്റ്റിമേറ്റ് കാര്യങ്ങൾ ഏർപ്പെടും. നോക്കാം നമുക്ക്. നമ്മൾ രാത്രി ഒരു ശ്രദ്ധ വേണം. ഇപ്പോൾ ഒരു വണ്ടി പിടിച്ചാലും ഇല്ല, ഇത് തന്നെ വേറെ നമ്മളെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ വന്നവരെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോകും. കഴിഞ്ഞ ആഴ്ച വണ്ടി സ്റ്റേഷനിൽ കൊണ്ട് FIR എടുത്ത് പ്രതിയെ വണ്ടികളെ പുറകെ കമ്മീഷനെ സംസാരിച്ചിട്ടുണ്ട്. മാലിന്യ സാധനങ്ങൾ അശാസ്ത്രീയമായി വലിച്ചെറിയുന്നതിനെതിരെ ശക്തമായ കോർപ്പറേഷൻ്റെ സ്ക്വാഡും അതുപോലെ തന്നെ പരിശോധന സംവിധാനങ്ങളും വളരെ ശക്തമാക്കുമെന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. രാത്രിയുടെ മറപിടിച്ചുകൊണ്ട് ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ മാലിന്യം വലിച്ചെറിയുന്ന മാഫിയ പല സ്ഥലങ്ങളിലും വ്യാപകമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി ഇപ്പോൾ ഇവിടെ എത്തിയ വാഹനത്തെ തടഞ്ഞ് കസ്റ്റഡിയിലെടുത്ത് പോലീസിനെ ഏൽപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇന്നലെയൊക്കെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ നഗരത്തിലെ ചില സ്ഥലങ്ങളിൽ നടന്നതായിട്ട് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാത്രിയും ഒക്കെ തന്നെ ജനപ്രതിനിധികളൊക്കെ ഫീൽഡിൽ ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കിട്ടുന്ന വാഹനങ്ങളൊക്കെ തന്നെ പിഴയടച്ച് വിടുന്ന പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു. കോടതിയിൽ നിയമ നടപടികൾക്ക് വിധേയമാക്കി പ്രതികളെ അറസ്റ്റ് ചെയ്ത് വാഹനങ്ങൾ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് കോർപ്പറേഷൻ്റെ ശക്തമായ നടപടി. അതിനിയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് എല്ലാ നിബന്ധനകളും പാലിക്കാൻ വേണ്ടി പൗൾട്രി ഫാം നടത്തുന്നവരും മറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്നവരൊക്കെ തന്നെ ബാധ്യസ്ഥരാണ്. ചില ആശുപത്രികളും ഇതുപോലെ മുൻപ് തമിഴ്നാട്ടിൽ കൊണ്ട് നിക്ഷേപിച്ചതുപോലെ അത്തരം കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നതായിട്ടാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ശക്തമായ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവമുണ്ട്. കാരണം ഇവർ റോഡ് പണി എണ്ണപ്പോഴത്തേക്ക് നമ്മൾ ഈ വഴി അങ്ങനെയാണ് ഇത് പണി, അല്ലെങ്കിൽ ആ പകുതി വഴി അങ്ങ് നിർത്തുമായിരുന്നു. അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു, വെള്ളം പോകാൻ. ഇത് നേരെ കയറി കഴിഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ അകത്ത് കയറുക. അപ്പോൾ അവർ ഈ അവരുടെ ആവശ്യത്തിന് വേണ്ടി, കാരണം അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടി പോകാൻ വേണ്ടി ഈ വണ്ടി ഓൾറെഡി ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ പുളിയറ കൊണത്തുനിന്നാണ് പറഞ്ഞു. ഇത് നേരത്തെ തന്നെ ഇതിൽ നിന്നാണ് നമുക്ക് ഇത് കിട്ടിയത്. ഇത് മറ്റേ അഗർവാൾ ആശുപത്രി അവരെ മാത്രമല്ല ഒരുപാട് സാധനങ്ങളുള്ള ഒരു സംഭവങ്ങളുണ്ട് ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ മറ്റേ മീഡിയ പെണ്ണൊക്കെ വന്നിട്ട് ഇന്ന് ഇപ്പോൾ മെനങ്ങാന്ന് ഇന്നലെയല്ല മെനങ്ങാന്ന് വന്നിട്ട് ഇതിലായിരുന്നു. അപ്പോൾ ഇതിന് ശേഷമാണ് ഇവർ ഇന്നും ഉണ്ട് ഇത്. കാരണം ഇത് ഒരാളെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇവരെങ്ങനെ പിടിച്ചത്? ഇതിപ്പോ ഇന്നലെ ഇങ്ങനെ കണ്ടിട്ട് ഇവിടെ ഒരുപാട് പേര് നടക്കാൻ വരും. കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ നിന്ന് മാത്രമല്ല ഒരുപാട് പേര് വൈകുന്നേരവും രാത്രി രാവിലെ ആയിരുന്നാലും വൈകുന്നേരം ഇവിടെ സിറിഞ്ച് വരെ ഉണ്ടായിരുന്നത്. സിറിഞ്ചിന്റെ സംഭവമുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മളെ ഈ ഇവിടുത്തെ OER എന്ന് പറഞ്ഞ റെസിഡൻസിന്റെ ചേട്ടനക്കാന്റെ ആൾക്കാരാണ് ഈ ചേട്ടനക്ക. അപ്പൊ അവരിങ്ങനെ വന്നിട്ട് അവരിത് വന്നിട്ട് നമ്മൾ പറഞ്ഞ കൗൺസിലറെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെയുള്ള സംഭവങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ഇവർ ഇവിടെ ചെയ്തു. അപ്പൊ ഇന്ന് വന്ന് രാവിലെ ഇന്നലെ വന്നിട്ട് ഇതൊക്കെ എല്ലാം ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ വീണ്ടും അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെയാണ് ഇവിടെ ആരെങ്കിലും ഒരു ഇതില്ലാതെ വരുമെന്ന് പറഞ്ഞാൽ വീണ്ടും ഇങ്ങനെ വന്ന് നമ്മൾ ഇപ്പൊ നമ്മളൊരു 3-4 പേരാണ് ഇത് കണ്ടത്. ഈ സംഭവം കണ്ട് അവർ എല്ലാവരെയും വിളിച്ച് അറിയിച്ചുകൊണ്ടാണ് ഈ ഒരു സംഭവം തന്നെ പിടിക്കാൻ പറ്റിയത്. കാരണം ഇത് ഏറ്റവും വലിയ ഇപ്പൊ ഇവര് 4 പേരില്ലായിരുന്നെങ്കിൽ നമ്മളിന്നും അറിയില്ല. അവരാണ് പറഞ്ഞത്. അവരെ ഓരോരുത്തരെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെയാണ് ഈ സംഭവം. ഇപ്പൊ ഈ വണ്ടി തന്നെ പിടിക്കാൻ വലിയ കാര്യം. കാരണം അവിടെ കണ്ടത് എങ്ങനെയാ? അത് കണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടുന്ന് വണ്ടി വന്നപ്പോഴെന്ന് പറഞ്ഞാല് നമ്മളെ ഇവിടെ നിന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് റീത്തൻ, ഈ പറഞ്ഞ അഭിലാഷ്, അല്ലെ സാജു എന്നുള്ള അവര് ഈ ഓൾറെഡി ഇത് കണ്ടായിരുന്നു. അവര് കണ്ടിട്ട് പറഞ്ഞ് എടാ ഇങ്ങനെ വണ്ടി പോകുന്നുണ്ടെന്ന് പറഞ്ഞ് ഓരോരുത്തരെ വിളിച്ച് പറഞ്ഞു. എന്നെയും വിളിച്ച് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ നല്ല മഴയായിരുന്നു. എന്നിട്ട് ഞങ്ങള് ഒരു പയ്യന്റെ ആട്ടയിലാണ് വന്നത്. അപ്പൊ നമ്മളൊരു മനോജ് എന്ന് പറഞ്ഞ പയ്യുണ്ട്, അവനാണ് ആട്ടോ കൊണ്ട് ചെറുത്തത്. വണ്ടി ചെറുത്ത് അവിടെ ഇട്ട് ചുമ്മാ ഇടിച്ച് പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. പക്ഷെ അവനാണ് ആട്ടോ ചേർത്തിട്ട് അപ്പോഴും പറഞ്ഞിടാ അങ്ങനെ ചെറുക്കലും ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇവരെ ഇടിച്ച് ഉറപ്പിച്ച്. കാരണം എനിക്ക് അനുഭവമാണ്. ഞാൻ കോർപ്പറേഷൻ 4 വർഷം ജോലി ചെയ്തിട്ടുണ്ട് നൈറ്റ് ഡ്യൂട്ടിയിൽ. നമ്മളെ ഈ നല്ല ബിയർ ഓഫ് തന്നെ രാത്രി എറിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ നമുക്ക് അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു അവരടുത്ത് ചേട്ടാ ഇങ്ങനെയാണ് അങ്ങനെ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. ഇവരെല്ലാവരും വിളിച്ച് നമ്മളെ ചേട്ടാ അയൽക്കാരെ എല്ലാവരും ഞങ്ങളെല്ലാവരും നമുക്കിവിടെ രാഷ്ട്രീയമില്ല. നമുക്കിവിടെ നമ്മളെ ഏരിയയിലെന്ന് പറഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയമില്ല. നമ്മളിത് ഒരാഴ്ച കൊണ്ട് ഈ പ്രത്യേകിച്ച് നമുക്കിവിടെ രാഷ്ട്രീയമില്ല. നമുക്ക് പരാതി വന്ന് നമ്മളിങ്ങനെ നമ്മളുടെ രാവിലെ രാത്രിയൊന്നും ഇല്ലാതെ അന്വേഷിച്ചാണ് ഈ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റിയത്. ഇത് നാട്ടിന് നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മളിത് നമ്മളെല്ലാവരും ഈ പരിസര നമ്മളെല്ലാം പരിസരവാസികളാണ്. ഈ പരിസരവാസികളാണ്. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ പോയില്ലോ. പോയിട്ട് ബാക്കി നിയമ നടപടി എടുക്കും. ആദ്യത്തെ ദിവസം എങ്ങനെയോ എല്ലാ കടകളിലും സെഞ്ച് പിടിച്ചിട്ട് നിങ്ങൾ BKP കോളനിയിലുള്ള സാധനം BKP കോളനിയിൽ എവിടെ നിന്ന് ആര് വിട്ടുന്ന വീട്ടിലാണോ അതോ ഗോഡൗൺ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്ന അവിടെ വീട്ടിൽ ആര് വിടാന്നറിയോ? ആര് വിടാ? വാസു എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ സെഞ്ച് പിടിച്ചിട്ട് വാസുവിൻ്റെ വീട്ടിൽ വന്ന് BKP കോളനിയിൽ നിർത്തി. ഡയപ്പർ സ്നേക്ക് അങ്ങനെയുള്ള ഐറ്റംസാ? ആരെ ഒരാളെ കൊണ്ടല്ലല്ലോ അത് എത്ര പേരാ? അപ്പോൾ ആരെ വാസുവിൻ്റെ പണിക്കാരോ? നമ്മുടെ കിളിയോടെ എന്ത് ചെയ്ത ഒറ്റയ്ക്കാ? അത് BKP കോളനിയിൽ നിന്ന് കയറിയത് ഇവരാണോ? നീ ഏരിയ ആയതുകൊണ്ടാണ് നീ വെറുതെ പോകണം ഉള്ള കാര്യം പറഞ്ഞു. ഫോൺ മാഡത്തിന്റെ കയ്യിലുണ്ട്. ഇല്ല ഫോൺ ഇവിടെ ഉണ്ട്. ഫോൺ മാഡത്തിന് രാവിലെ ആയിരുന്നാലും വൈകുന്നേരം ഇവിടെ ഉള്ളതല്ല. ഈ ഫ്ലാറ്റ് ഇവിടെ ഒരുപാട് ഫ്ലാറ്റുകളുണ്ട്. അല്ലെങ്കിൽ വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് ഒരുപാട് പേര് ഇങ്ങനെ ഈ ഒരു കായനത്തിൽ രണ്ടുപേരും ഓടി രക്ഷപ്പെട്ടു. അവർ രണ്ടുപേരും ചെരുപ്പ് അവിടെ കിടപ്പുണ്ട്. അവർ എവിടെ ഓടിയെന്ന് പറഞ്ഞല്ല. ഞങ്ങൾ വന്നപ്പോൾ എന്തായാലും അതുവഴി എന്തായാലും പോയിട്ടില്ല. പിന്നെ ഇതുവഴി പോകുമ്പോൾ ഇവർക്ക് വഴി അറിയാമോ എന്നറിയില്ല. കാരണം ഇവിടെ ഉള്ളവർക്ക് വഴി അറിയാതെ. അപ്പം ഇവിടെ ഇങ്ങോട്ട് പോയ കായലാണ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ചതുപ്പാണ്. ഈ ചതുപ്പ് കഴിഞ്ഞ് അങ്ങോട്ട് കയറണമെങ്കിൽ അറിയാൻ സാധിച്ചാൽ മാത്രമേ പറ്റൂ. കൊണ്ടുപോകും. നാളെ